കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇഷ്ടസന്താനം ലഭിക്കാൻ കുട്ടികളില്ലാത്തവർക്കും സന്താന ലാഭം ഇല്ലാത്തവർക്കും സന്താനം വേണമെന്ന് വിചാരിക്കുന്നവർക്കും ഇഷ്ടസന്താന ലബ്ധിക്ക് സന്താന ലാഭത്തിന് ആചരിക്കേണ്ടതായ ചില പരിഹാരങ്ങളും സന്താന അരിഷ്ടതയ്ക്ക് പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സന്താനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യത്തെ ആർത്തവ ദിവസം തൊട്ട് മുതൽക്ക് 16 ദിവസമാണ് ഋതുകാലം എന്ന് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ 3 ദിവസങ്ങൾ എന്താണ്? ശുഭങ്ങളല്ല, അശുഭങ്ങളാണ് അല്ലേ? അശുദ്ധവുമാണ്. ആദ്യത്തെ 3 ദിവസം ശുഭമല്ല, അശുദ്ധവുമാണ്. 4-ാം ദിവസം ശരീരം ശുദ്ധമാണെങ്കിൽ പോലും അന്ന് ജനിക്കുന്ന പ്രജ, കുട്ടി അല്പായുസായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് 4-ാം ദിവസവും നമ്മൾ വർജിക്കേണ്ടതാണ്. സന്താനരിഷ്ടത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിഹാരമായിട്ട് കർത്താക്കളായ ഗ്രഹങ്ങൾ, അതായത് സന്താനകർത്താക്കളായ സന്താനത്തിന് ഉണ്ടാകുന്ന സന്താനകർത്താക്കളായ ഗ്രഹങ്ങൾ ഏതാണോ നമുക്ക് ഗ്രഹങ്ങൾ, ആദിത്യനും ചൊവ്വയും ശനി രാഹു എന്നിവരാണെങ്കിൽ, സന്താനകർത്താക്കളായിട്ട് നമുക്ക് നിൽക്കുന്നത് ആദിത്യനോ ചൊവ്വയോ ശനിയോ രാഹു ആണെങ്കിൽ കുലദേവതാ പ്രീതി വരുത്തേണ്ടതാണ്. സന്താന ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുലദേവതാ പ്രീതി വരുത്തി നല്ലതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്താന ഭാഗ്യം ഉണ്ടാവും. ബുധശുക്രന്മാരാണ് അരിഷ്ടകർത്താക്കളെങ്കിൽ എന്ന് വിചാരിക്കുക, സന്താന യോഗത്തിൻ്റെ അരിഷ്ടകർത്താക്കൾ ബുധശുക്രന്മാരാണെങ്കിൽ ശിവപൂജ നടത്തണം. ശിവന് ഭഗവാന് നമ്മൾ കൂവളമാല കൊണ്ടും ധാര കൊണ്ടും സോമവാര വ്രതം, പ്രദോഷവ്രതം, ഇങ്ങനെ പ്രദോഷവ്രതമൊക്കെ നോറ്റ് കഴിഞ്ഞാൽ സന്താന ഭാഗ്യം ഉണ്ടാകും നമുക്ക്. പിന്നെ ചന്ദ്രവ്യാഴന്മാരാണ് നമുക്ക് അരിഷ്ടമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെങ്കിൽ നമ്മൾ പരിഹാരം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മന്ത്രൌഷധങ്ങൾ, മന്ത്രം കൊണ്ടും ഔഷധങ്ങളെ കൊണ്ടൊക്കെ പ്രാർത്ഥിച്ച് മന്ത്രം കൊണ്ട് സേവിക്കുന്ന ഔഷധങ്ങളൊക്കെ നമ്മൾ സേവിക്കുക. മന്ത്രങ്ങളൊക്കെ സ്ഥിരം നമ്മൾ എന്ത് ചെയ്യുക? ജപിച്ചുകൊണ്ടിരിക്കുക. അതാണ് വ്യാഴന്മാരാണ് അരിഷ്ടകർത്താക്കളെങ്കിൽ ചെയ്യേണ്ടത്. സൂര്യന് ഹരിനാമ കീർത്തനം, സൂര്യനാണ് അരിഷ്ടം വരുത്തുന്നതെങ്കിൽ ഹരിനാമ കീർത്തനങ്ങൾ നമ്മൾ ജപിക്കണം. ശനി ചൊവ്വയാണ് നമുക്ക് അരിഷ്ടകർത്താക്കൾ സന്താനം ഉണ്ടാകാതിരിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. ശനി ചൊവ്വ ആണെങ്കിൽ, ഗ്രഹങ്ങളാണെങ്കിൽ തന്ത്രോ രക്തരുദ്രപ്രീതി, അതായത് ഉപാധിയായിട്ടുള്ള രുദ്രപ്രീതി വരുത്തിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. രാഹുവാണ് നമുക്ക് ദോഷത്തിലുള്ളത്, കുട്ടികൾ ഉണ്ടാവുന്നില്ല, സന്താന ഭാഗ്യം ഉണ്ടാവുന്നില്ല എങ്കിൽ, സന്താനരിഷ്ടതയ്ക്ക് രാഹുവാണ് കാരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പശുദാനം ചെയ്യാം. ഒപ്പം തന്നെ വസന്ത ഋതുവിൽ സത്സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് സന്താന ഗോപാല വ്രതം എന്ന് പറയുന്ന സന്താന ഗോപാല വ്രതം നോൽക്കുകയും സന്താന ഗോപാല പൂജ നടത്തുകയും സന്താന ഗോപാലം ചെയ്യുകയൊക്കെ ഘൃതം നെയ്യ് സേവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഈ വസന്ത ഋതുവിൽ അത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ടാവും? സത്സന്താന ലബ്ധി ഉണ്ടാവും. അപ്പം ആരാണോ സന്താനകാരകനായിട്ട് അരിഷ്ടകാരകനായിട്ട് നിൽക്കുന്ന ഗ്രഹം എന്ന് വെച്ചിട്ട് ആ ഗ്രഹത്തിനുള്ള മൂർത്തികളെ നമ്മൾ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ജപിക്കുകയും സേവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ സന്താന അരിഷ്ടതയ്ക്ക് ഒരു പരിഹാരമാകും.